സർവ്വജനപദങ്ങളുടെയും നാഥ എന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയങ്ങളിൽ മഴവില്ലായി തെളിയുന്നോരമ്മേ, എൻ തണലായി ഈ മരുഭൂവിൽ അളവില്ലാ സ്നേഹം നൽകണമേ. ആ ലേഡി ഓഫ് ദ റോസറി ഓഫ് സാൻ നിക്കോളാസ്. സാൻ നിക്കോളാസിലെ ജപമാല രാജ്ഞി. അർജന്റീനയിൽ 1983 സെപ്റ്റംബർ 25 മുതൽ 1990 ഫെബ്രുവരി 11 വരെ സാൻ നിക്കോളാസിലെ ജപമാല രാജ്ഞി ഗ്ലാഡിസ് ക്വഡിമോട്ട എന്ന 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള വീട്ടമ്മയ്ക്ക് ദിവ്യ ദർശനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഒരു ദർശനത്തിൽ പരിശുദ്ധ നൽകിയ സന്ദേശം ഇപ്രകാരമാണ്: പ്രാർത്ഥിക്കാനും മാനസാന്തരപ്പെടാനുമുള്ള എൻ്റെ ക്ഷണം പലരും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പിശാചിന്റെ പ്രവർത്തനം വളരുന്നതും വ്യാപിക്കുന്നതും. ഓരോ കത്തോലിക്കനും ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധയമ്മ നിർദ്ദേശിച്ചു. ഒരു ദിവസം പ്രത്യേക കാരണങ്ങളൊന്നും കൂടാതെ ഗ്ലാഡിസിന്റെ ഭവനത്തിലുള്ള ജപമാലകൾ തിളക്കമുള്ളതായി കാണപ്പെട്ടു. തുടർന്ന് ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് മാതാവ് ഗ്ലാഡിസിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ലയോ 13 മാർപ്പാപ്പ ആശീർവദിച്ച ശേഷം അർജന്റീനയിലേക്ക് കൊണ്ടുവന്ന രൂപതയുടെ കത്തീഡ്രലിൽ മറഞ്ഞു കിടന്നിരുന്ന ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിച്ചിരുന്ന മാതാവിന്റെ തിരുസ്വരൂപം ഗ്ലാഡിസിലൂടെ മാതാവ് വീണ്ടെടുത്തു. ഗ്ലാഡിസിന് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ രൂപത്തോട് സാമ്യമുള്ള രൂപമായിരുന്നു അത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കുന്നവരാകാം. അങ്ങനെ നമുക്ക് പിശാചിനെ ചെറുത്തു നിർത്തണം. നമുക്ക് കൂടെ കൂടെ പ്രാർത്ഥിക്കാം. സാത്താന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ആമേൻ.